നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിൽപ്പനയ്ക്കായിട്ടുള്ള ഒരു പുതിയൊരു വാഹനവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് 2006 മോഡലുള്ള വാഗണർ LXIയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ വീഡിയോകളിലൊക്കെ ചില ആളുകൾ എനിക്ക് കമൻറ്റുകൾ പറയുന്നുണ്ട്. കമൻറ്റുകൾ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ കേട്ടോ, ഞാൻ നിരുത്സാഹിപ്പിക്കത്തില്ല. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. ഞാൻ വളരെ വലിച്ചു വാരി എന്തൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ പൊതുവെ ഒന്നിനും ക്ഷമയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു 4-5 മിനിറ്റുള്ള വീഡിയോ പോലും ഒന്ന് കാണാതെ അത് കാണാൻ പോലും ക്ഷമയില്ലാത്ത ആളുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനെന്തായാലും നിരവധി ആളുകൾ വാഹനത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്, വിൽപ്പനയ്ക്കുള്ളതും റിവ്യൂകളും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടി പരത്തിയാണ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഞാൻ 2006 മുതൽ മാരുതിയിൽ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അന്ന് മുതൽ ഞാൻ മാരുതിയുടെ വാഹനങ്ങളുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത്. അപ്പോൾ എക്സ്ചേഞ്ചിലുള്ള വാഹനങ്ങളും എൻ്റെ കയ്യിൽ അന്ന് വരുമായിരുന്നു. ആദ്യമായിട്ട് വാഹനം മേടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു പക്ഷേ ആ ഒരു വാഹനത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു സ്വല്പം അതിൻ്റെ വിശദാംശം, ഇൻറ്റീരിയൽ, എൻജിൻ ഭാഗങ്ങൾ ഇതെല്ലാം ഞാനൊന്ന് പറയുന്നത്. അപ്പോൾ അറിവുള്ള ആളുകൾ അതൊന്ന് എന്നോട് ക്ഷമിക്കുക. കാരണം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ ഞാൻ വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പക്ഷേ അതറിയില്ലാത്ത ആളുകൾ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞായിട്ട് നിങ്ങൾ കണക്കിലെടുത്താൽ മതി. അതുകൊണ്ട് അങ്ങനെ അറിവുള്ളവരെന്നോട് പിണങ്ങൊന്നും വേണ്ട, നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം. എന്നാലും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവതരിപ്പിക്കുന്നത് 2006 മാരുതിയുടെ 4 സിലിണ്ടർ ഗണത്തിൽപ്പെട്ട വാഗണറാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വളരെ ചെറിയ വഴികൾക്ക്, അതായത് ഒരു ആപ്പെ ഓട്ടോറിക്ഷ കയറി പോകുന്ന വഴിയിൽ കൂടെ കയറി പോകാൻ കഴിയുന്ന ഒരു 4 വീലുള്ള പാസഞ്ചർ കാറാണ് നമുക്ക് പറയുന്നത്. ഒരു ആപ്പ കയറുന്ന വഴിയാണെങ്കിൽ തീർച്ചയായും ഈ വണ്ടിയും കയറിയിരിക്കും. അതായത് മാരുതിയുടെ ആൾട്ടോ, വാഗണർ, സെൻ സ്റ്റീലോ ഈ ഗണത്തിൽപ്പെട്ട വാഹനങ്ങളെല്ലാം ഒരേ വീതിയാണ്. അത് ചെറിയ വഴിയിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് കറങ്ങി നമുക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. ഇത് പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ് LXI ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത്. ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഈ വാഹനം വരുന്നത്. അതും മാരുതിയുടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഗണത്തിൽപ്പെട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പവർ സ്റ്റിയറിംഗ് ഇപ്പോഴും വളരെ ഈസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. AC നല്ല പെർഫോമൻസ് ഉണ്ട്. ഈ വാഹനത്തിന് വേറെ റീപ്ലേസ്മെൻറ്റുകളൊന്നുമില്ല. ഇത് 4ാമത്തെ ഉടമസ്ഥതയിലാണ്. ഏകദേശം ഒരു 1,17,000 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വാഹനം ഓടിയിട്ടുള്ളത്. 4ാമത്തെ ഓണർഷിപ്പാണിത്. ഇതിന് 2026 വരെ കാലാവധിയുണ്ട്. ഈ വാഹനത്തിന് മറ്റുള്ള തുരുമ്പിൻ്റെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റുകളോ ബോണറ്റ്, ഡോറ്, ഗ്ലാസ് അങ്ങനെ റീപ്ലേസ്മെൻറ്റുകളൊന്നുമില്ല. ഫ്ലഡിൻ്റെ എഫക്റ്റുകളൊന്നുമില്ല. വളരെ സൈലൻ്റായ ഒരു മെക്കാനിക്കൽ കണ്ടീഷനിലാണ് ഇപ്പോഴും ഈ വണ്ടി. വളരെ സൈലൻ്റാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടകുളത്തിനടുത്താണ്. നല്ലൊരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അത് കേരളത്തിൽ എവിടെയാണേലും സ്വല്പം ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത്യാവശ്യം ഞാൻ കൊടുക്കുന്ന ഒരു വാഹനം അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു വാഹനമായിരിക്കണമെന്ന് ഞാൻ നിഷ്കർഷ പുലർത്താറുണ്ട്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും വളരെ മോശം കണ്ടീഷനിലുള്ള വാഹനങ്ങൾ ഞാൻ എടുക്കാറില്ല. അതുപോലെ എൻ്റെ കയ്യിൽ കിടക്കുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുള്ള വാഹനം നോക്കാൻ അറിയാവുന്ന ഒരു എക്സ്പെർട്ടിനെയും കൊണ്ട് വന്നിട്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വാഹനം ഇൻസ്പെക്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. 1 ലക്ഷം താഴെ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വാഹനത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും സ്വാഗതം. ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാഹന വിൽപ്പന രംഗവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്ന ആരും ഒന്ന് പരിഗണിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ചെയ്യണം. മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.